വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് 3ാം ക്ലാസ്സിൻ്റെ 4ാമത്തെ യൂണിറ്റ് ആണ്. നമ്മുടെ യൂണിറ്റിൻ്റെ പേര് ബ്ലൂംസ് ആൻഡ് ബ്രീസ് എന്നാണ്. നമ്മുടെ യൂണിറ്റിൻ്റെ പേര് വരുന്നത് ബ്ലൂംസ് ആൻഡ് ബ്രീസ് എന്നാണ് അല്ലേ. എന്താണ് ബ്ലൂംസ് ആൻഡ് ബ്രീസ് എന്ന് പറഞ്ഞാൽ? ബ്ലൂംസ് എന്ന് പറഞ്ഞാൽ നല്ല ഫ്ലവേഴ്സൊക്കെ ഇങ്ങനെ പുഷ്പിച്ച് നിൽക്കില്ലേ, അതിനാണ് ബ്ലൂം ചെയ്യാന്ന് പറയുന്നത്. ബ്രീസ് എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു ഇളം കാറ്റിനെയാണ്, നല്ല സുഖമുള്ള ഒരു ഇളം കാറ്റിനെയാണ് നമ്മൾ ബ്രീസ് എന്ന് പറയുന്നത്. നിങ്ങൾക്കിവിടെ ചിത്രത്തിൽ നോക്കിക്കേ, നല്ല ഒരു നാച്ചുറൽ ആയിട്ടുള്ള പ്രകൃതിയുടെ ഭംഗി എടുത്ത് കാണിക്കുന്ന ഒരു ചിത്രമാണ് തന്നിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് എന്തൊക്കെ കാണാം? ആകാശത്ത് മഴവില്ലുണ്ട്, റെയിൻബോ ഉണ്ട്, നല്ല ഒരു അരുവി, ഒരു നദി, ഇങ്ങനെ ബ്ലൂ കളറിലുള്ള നദി ഒഴുകുന്നുണ്ട്, കുറേ ഫ്ലവേഴ്സ് ഉണ്ട്, നല്ല പല പല കളേഴ്സിലായിട്ട് കുറേ ഫ്ലവേഴ്സ് ഉണ്ട്, പൂമ്പാറ്റ, കിളികളുണ്ട്, മരങ്ങളുണ്ട്. നോക്കിക്കേ, നിങ്ങൾക്കൊരു കോട്ട് തന്നിട്ടുണ്ട്. ആരാണ് പറഞ്ഞത്? വില്യം വേർഡ്സ്വർത്ത് പറയാണ്, ലെറ്റ് നേച്ചർ ബി യുവർ ടീച്ചർ. എന്താണ്? പ്രകൃതിയെ നിങ്ങളുടെ ടീച്ചറായിട്ട് കാണുക എന്നാണ് പറയുന്നത്. എന്താണ് അങ്ങനെ പറയാൻ കാരണം? പ്രകൃതിയെ നിരീക്ഷിച്ചാൽ, നമ്മൾ പ്രകൃതിയിൽ നിന്ന് നമ്മൾ പ്രകൃതിയെ ഇങ്ങനെ ആസ്വദിക്കുകയാണെങ്കിൽ, നിരീക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് പ്രകൃതിയിൽ നിന്ന് ഒരുപാട് കാര്യം പഠിക്കാനുണ്ടാവും. അതിൻ്റെ മനോഹാരിതയും അതിലുള്ള ജീവജാലങ്ങളെക്കുറിച്ചും പ്രകൃതിയുടെ സമാധാനത്തെക്കുറിച്ചും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പ്രകൃതിയിൽ നിന്ന് പഠിക്കാനുണ്ട്. അതുകൊണ്ടാണ് വില്യംസ് വേർഡ്സ്വർത്ത് നമ്മളോട് നേച്ചറിനെ, പ്രകൃതിയെ നമ്മുടെ ടീച്ചർ, അധ്യാപികയായിട്ട് കാണാൻ പറഞ്ഞത്. ഇനി കുട്ടികളെ, നിങ്ങൾക്ക് നെക്സ്റ്റ് പേജിലും ഒരു ചിത്രമാണ് തന്നത്. ഇത് എന്തിൻ്റെ ചിത്രമാണ്? വാട്ട് ഡു യു സീ? നിങ്ങൾ എന്താണ് ഇവിടെ കാണുന്നത്? എന്താണ്? 2 ടൈപ്പ് ഓഫ് വീടുകളാണ്. ഒന്നാമത്തെ ചിത്രത്തിൽ നിങ്ങൾ കാണുന്നതാണ് ഇഗ്ലു. എന്താണ് പേര്? ഇഗ്ലു. അവിടെ എവിടെയാണ് ഉണ്ടാക്കുക? നല്ല മഞ്ഞുള്ള സ്ഥലങ്ങളിൽ. എന്താണ് മഞ്ഞിന് ഇംഗ്ലീഷിൽ നമ്മൾ പറയുക? സ്നോ. എന്താണ്? സ്നോ എന്നാണ് പറയുക. സോ നല്ല സ്നോ ഉള്ള സ്ഥലങ്ങളിൽ ആണ് നമ്മൾ ഇഗ്ലു എന്ന് പറഞ്ഞ വീട് ഉണ്ടാക്കുക. ഇനി രണ്ടാമത്തെ താഴെ കാണുന്നതാണ് സ്റ്റിൽട്ട്. എന്താണ് പേര്? സ്റ്റിൽട്ട്. ഇതെന്ന് പറഞ്ഞാൽ നല്ല വെള്ളങ്ങളുള്ള സ്ഥലത്ത് നമ്മൾ പാലങ്ങൾ കെട്ടിയിട്ട് മരം കൊണ്ട് ഉണ്ടാക്കുന്ന വീടിനെയാണ് സ്റ്റിൽട്ട് എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ ഈ ചിത്രത്തിൽ കണ്ടോ, ഇതാണ് ഇഗ്ലു. കണ്ടോ, നല്ല മഞ്ഞ്, നല്ല സ്നോ ഉള്ള, നല്ല തണുപ്പുള്ള സ്ഥലത്താണ് നമ്മൾ ഇഗ്ലു ഉണ്ടാക്കുക. കാരണം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കുറച്ചുകൂടി ചൂടായിരിക്കും, കുറച്ചുകൂടി വാം എന്ന് പറഞ്ഞാൽ ചൂട് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇഗ്ലു ഉണ്ടാക്കുന്നത്. ഇനി രണ്ടാമത്തേതാണ് നമ്മൾ പറഞ്ഞത് സ്റ്റിൽട്ട്. കണ്ട, ഒരുപാട് വെള്ളങ്ങളുള്ള സ്ഥലത്ത് മേലോട്ട് പാലം കൊണ്ട് കെട്ടി ഉയർത്തി നമ്മൾ മരങ്ങൾ കൊണ്ട്, വുഡ് കൊണ്ട് ഉണ്ടാക്കുന്ന വീടാണ് സ്റ്റിൽട്ട് ഹൗസ് എന്ന് പറയുന്നത്. 2 വീടും കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ. സോ രണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങളും പേരുകളും നിങ്ങൾ ഇപ്പോൾ പഠിച്ചല്ലോ. നിങ്ങൾ ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ്, ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. ഒന്നാമത്തേത് എന്താണ്? ആർ ദീസ് ഹൗസസ് സിമിലർ? സിമിലർ എന്ന് പറഞ്ഞാൽ ഒരേപോലെയാണോ? ഈ വീടുകൾ ഒരേപോലെയാണോ? ആണോ? അല്ലല്ലേ. രണ്ടും എന്താണ്? വ്യത്യസ്ത തരത്തിലുള്ള ഡിഫറെൻറ്റ് ഹൗസസ് ആണ്. നിങ്ങൾ അവിടെ ആൻസർ ആയിട്ട് എഴുതുക, നോ ദീസ് 2 ഹൗസസ് ആർ ഡിഫറെൻറ്റ്. ഈ 2 വീടുകളും വ്യത്യസ്തത ഉള്ളതാണ്. ഫസ്റ്റ് വൺ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സ്നോ. ആദ്യത്തേത് സ്നോ, മണ്ണ് കൊണ്ട് നിർമ്മിച്ചതാണ്. ആൻഡ് സെക്കൻഡ് വൺ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് വുഡ്. രണ്ടാമത്തേത് വുഡ് കൊണ്ട്, മരങ്ങൾ കൊണ്ട് നിർമ്മിച്ചതാണ്. ഓക്കെ. രണ്ടാമത്തെ ചോദ്യം, വേർ ഡു യു ഫൈൻഡ് സച്ച് ഹൗസസ്? നിങ്ങൾ എവിടെയാണ് ഇത്തരത്തിലുള്ള വീടുകൾ കാണുന്നത്? ഇഗ്ലൂസ് ആർ ഫൗണ്ട് ഇൻ സ്നോയി പ്ലേസസ്. എവിടെയാണ് ഇഗ്ലൂസ് നമ്മൾ കാണുന്നത്? സ്നോയി പ്ലേസസ്, മഞ്ഞുള്ള പ്രദേശങ്ങളിലാണ് കാണുന്നത്. സ്റ്റിൽട്ട് ഹൗസ് ആർ ഫൗണ്ട് നിയർ റിവേഴ്സ് ഓർ സീസ്. അല്ലെങ്കിൽ പുഴയുടെ അരികിലോ കടലിൻ്റെ അരികിലോ ഒക്കെ ആയിട്ടാണ്, നല്ല വെള്ളമുള്ള പ്രദേശങ്ങളിലായിട്ടാണ് നമ്മൾ സ്റ്റിൽട്ട് ഹൗസ് കാണുന്നത്. സ്നോയി പ്ലേസസ് എന്ന് പറഞ്ഞാൽ മഞ്ഞുള്ള പ്രദേശങ്ങളൊക്കെ. ഇനി അടുത്ത ചോദ്യം, മൂന്നാമത്തേത്, വൈ ഡു പീപ്പിൾ മേക്ക് സച്ച് ഹൗസസ്? എന്തിനാണ് ഇത്തരത്തിലുള്ള വീടുകൾ ആളുകൾ ഉണ്ടാക്കുന്നത്, നിർമ്മിക്കുന്നത്? ഇഗ്ലൂസ് കീപ് പീപ്പിൾ വാം ഇൻ കോൾഡ് പ്ലേസസ്. എന്താണ് ഇഗ്ലൂസ് അവരെ നിർമ്മിക്കുന്നത്? കാരണം തണുപ്പുള്ള സ്ഥലങ്ങളിൽ അവർക്ക് കുറച്ച് ചൂട്, വാം എന്ന് പറഞ്ഞാൽ ചൂട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ ഇഗ്ലൂസ് നിർമ്മിക്കുന്നത്. സ്റ്റിൽട്ട് ഹൗസ് ഉണ്ടാക്കുന്നത് കീപ് പീപ്പിൾ സേഫ് ഫ്രം വാട്ടർ. എന്താണ്? അവർക്ക് വെള്ളത്തിൽ നിന്നൊക്കെ
സേഫ് ആവാൻ വേണ്ടിയിട്ട്. കാരണം നല്ല വെള്ളമുള്ള സ്ഥലങ്ങളിലാണല്ലോ സ്റ്റിൽട്ട് ഹൗസ് ഉണ്ടാക്കുക. സോ അവിടെ നിന്ന് അവർക്ക് സുരക്ഷിതത്തിന് വേണ്ടിയിട്ടാണ് അവർ സ്റ്റിൽട്ട് ഹൗസ് ഉണ്ടാക്കുന്നത്. നാലാമത്തെ ചോദ്യം, വാട്ട് ആർ സച്ച് ഹൗസസ് കാൾഡ്? നമുക്കറിയാമല്ലേ എന്താണ് ഇങ്ങനത്തെ വീടുകളെ നമ്മൾ വിളിക്കുന്നത്. നമ്മൾ ഇതിൻ്റെ രണ്ടിൻ്റെയും പേര് നമ്മൾ പറഞ്ഞതാണല്ലേ. ഒന്നാമത്തെ ചിത്രത്തിലുള്ളതാണ് ഇഗ്ലു, രണ്ടാമത്തെ ചിത്രത്തിലുള്ളതാണ് സ്റ്റിൽട്ട് ഹൗസ്. 4 ചോദ്യങ്ങളുടെ ഉത്തരവും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നിങ്ങൾക്ക് ഏതെങ്കിലും വാക്കിൻ്റെ അർത്ഥം കിട്ടായി എന്തെങ്കിലും സംശയങ്ങൾ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻ്റ് ആയിട്ട് ചോദിക്കണേ. സോ നമുക്ക് ഇനി ബാലൻസ് നോക്കാം. ദ ലാൻഡ് ഓഫ് വിൻഡ്സ്. വിൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാറ്റ്, കാറ്റുകളുടെ ലാൻഡ് എന്നാണ് നമ്മുടെ ഹെഡിങ്ങിൻ്റെ പേര്. ചിത്രത്തിൽ നമുക്ക് കാണാം എല്ലാവരുടെ മുഖത്തും ഒരു ഭയം, ഒരു പേടിയാണ് ഉള്ളത്. ചിത്രത്തിലുള്ള മരങ്ങളെല്ലാം ആടി ഉലഞ്ഞ് ചെരിഞ്ഞ് നിൽക്കുന്നുണ്ട്. ആൾക്കാർ ബേക്കിൽ 2 ആൾക്കാർ ഓടുന്നുണ്ട്, ഇലകളൊക്കെ പാറുന്നുണ്ട്. നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇവിടെ ചിത്രത്തിലുള്ള സ്ഥലത്ത് നല്ല കാറ്റ് വീശുന്നുണ്ടെന്ന് മനസ്സിലാക്കാം. ഇനി നമുക്ക് പാഠഭാഗം വായിക്കാം. ഡൊറോത്തി, എ ലിറ്റിൽ ഗേൾ. ഈ കുട്ടിയുടെ, നമ്മുടെ ചിത്രത്തിലുള്ള കുട്ടിയുടെ പേരെന്താണ്? ഡൊറോത്തി. ലിവ്ഡ് ഇൻ എ സ്മോൾ വുഡൻ ഹൗസ് വിത്ത് ഹെർ അങ്കിൾ ആൻഡ് ആൻറ്റ്. എവിടെയാണ് അവൾ ജീവിച്ചിരുന്നത്? ലിവ്ഡ് എന്ന് പറഞ്ഞാൽ ജീവിക്കുക. എവിടെയാ? സ്മോൾ വുഡൻ ഹൗസ്, ചെറിയൊരു മരം കൊണ്ടുണ്ടാക്കിയ വീട്ടിലാണ്. വിത്ത് ഹെർ അങ്കിൾ ആൻഡ് ആൻറ്റ്, അവളുടെ അങ്കിളിൻ്റെയും ആൻറ്റിൻ്റെയും കൂടെയാണ് അവൾ താമസിച്ചിരുന്നത്. ഹെർ ഹൗസ് വാസ് ഇൻ ദ മിഡിൽ ഓഫ് എ മിഡോ. എന്ന് പറഞ്ഞാൽ പുൽമേടുകളാണ്. സോ അവരുടെ വീട് പുൽമേടുകളുടെ നടുവിലായിരുന്നു. ദ വിൻഡ് നെവർ സ്റ്റോപ്ഡ് ബ്ലോയിങ് ദെയർ. എന്താണ്? കാറ്റ് അവിടെ വീശുന്നത് ഒരിക്കലും നിർത്തിയിരുന്നില്ല, എപ്പോഴും കാറ്റ് വീശിക്കൊണ്ടേയിരുന്നു. ബ്ലോ എന്ന് പറഞ്ഞാൽ കാറ്റ് വീശുന്നതിനാണ് ബ്ലോയിങ് എന്ന് പറയുക, വീശുക. ഓക്കെ. വെൻ ദ വിൻഡ് ബ്ലൂ ഹാർഡ്, കാറ്റ് ശക്തിയായിട്ട് വീശുമ്പോൾ, ഹാർഡ് എന്ന് പറഞ്ഞാൽ ശക്തിയായിട്ട്. ഡൊറോത്തീസ് ഫാമിലി വുഡ് ടേക്ക് ഷെൽട്ടർ ഇൻ ദി സെല്ലാർ ഓഫ് ദെയർ ഹൗസ്. അവർ, ഡൊറോത്തിയും അവരുടെ കുടുംബവും എവിടെയാണ് അഭയം തേടിയിരുന്നത്? അവരുടെ വീടിൻ്റെ സെല്ലാർ, നിലവറ എന്ന് പറഞ്ഞാൽ അവരുടെ വീടിൻ്റെ താഴേക്കുള്ള ഒരു ഭാഗം. എന്താണ്? അവർക്ക് നല്ല ശക്തിയായിട്ടുള്ള കാറ്റ് വീശുമ്പോൾ അതിൽ നിന്നും അവർക്ക് രക്ഷ നേടാൻ വേണ്ടിയിട്ട് അവർ സെല്ലാറിലേക്കായിരുന്നു നിന്നിരുന്നത്. A cloudy day, Dorothy was playing with her pet dog Toto. എന്താണ്? ഒരു കാർമേഘമുള്ള ഒരു ദിവസമായിരുന്നു അന്ന്. എന്താണ്? ഡൊറോത്തി അവളുടെ പെറ്റ് ഡോഗ് എന്ന് പറഞ്ഞാൽ അവരുടെ വീട്ടിൽ വളർത്തുന്ന, പെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വീട്ടിൽ വളർത്തുന്ന ഡോഗ്, നായയുമായിട്ട് കളിക്കായിരുന്നു. എന്താണ് ഈ പെറ്റ് ഡോഗിൻ്റെ പേര്? ടോട്ടോ എന്നാണ് പേര്. എ സ്റ്റോം ഈസ് ഓൺ ഇറ്റ്സ് വേ. എന്താണ്? വലിയൊരു കാറ്റ് വരികയായിരുന്നു. ഡൊറോത്തി റൺ ടു ദി സെല്ലാർ. അപ്പോൾ ഡൊറോത്തി വേഗം ഓടി സെല്ലാറിലേക്ക് പോയി. സെല്ലാർ എന്ന് പറഞ്ഞാൽ അവരുടെ വീടിൻ്റെ താഴത്തുള്ള ഒരു സ്ഥലത്തിന് പറയുന്ന പേരാണ്. ബി ക്യുക്ക്, ഹെർ അങ്കിൾ ക്രൈഡ് ഔട്ട്. വേഗം പോന്ന് അവരുടെ അങ്കിൾ എന്താണ്? ഉറക്കെ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഹി റാൻ ടുവാർഡ്സ് സെല്ലാർ. അങ്ങനെ ഈ അങ്കിളും എന്താണ്? അമ്മാവനും എവിടേക്ക്? സെല്ലാറിലേക്ക് വേഗം ഓടി. ആൻഡ് ഫോളോഡ് ഹിം. അങ്ങനെ അവരുടെ ആൻറ്റിയും എന്താണ്? അവരെ പിന്തുടർന്നു. ഡൊറോത്തി സ്റ്റോപ്ഡ് പ്ലേയിങ്. ഡൊറോത്തി അവരുടെ കളിയൊക്കെ അവസാനിപ്പിച്ചു. കം വിത്ത് മീ ടോട്ടോ ഷീ കോൾഡ് ഔട്ട്. അങ്ങനെ അവരുടെ പെറ്റ് ഡോഗ് ആയിട്ടുള്ള ടോട്ടോയും അവളുടെ കൂടെ കൂട്ടി അവളും വേഗം പോയി. ഒരു ചോദ്യമുണ്ട്, വൈ ഡു പീപ്പിൾ മേക്ക് സെല്ലാസ്? എന്തിനാണ് ആൾക്കാർ സെല്ലാസ് നിർമ്മിക്കുന്നത്? എന്തിനാണ്? പീപ്പിൾ മേക്ക് സെല്ലാർ ടു സ്റ്റേ സേഫ്. അവർക്ക് സേഫായിട്ട് നല്ല സംരക്ഷണത്തിൽ നിൽക്കാൻ വേണ്ടിയിട്ട്. ഡ്യൂറിങ് സ്റ്റോംസ്, എപ്പോഴാണ്? നല്ല കൊടുങ്കാറ്റുള്ള സമയത്ത്. ഓർ സ്ട്രോങ് വിൻസ്, നല്ല ശക്തിയായിട്ടുള്ള കാറ്റുള്ള സമയത്തൊക്കെ. അപ്പോൾ അവർക്ക് സേഫായിട്ട്, നല്ല കാറ്റുകളുള്ള സമയത്ത് അവർക്ക് സേഫായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ സെല്ലാസ് മേക്ക് ചെയ്യുന്നത്. വിൽ ഡൊറോത്തി റീച്ച് ദ സെല്ലാർ? ഇപ്പോൾ ഡൊറോത്തി എന്താണ്? സെല്ലാറിലേക്ക് പോയിട്ടില്ലല്ലേ. അവരുടെ പെറ്റ് ഡോഗിനെയും കൂട്ടി ഇങ്ങനെ പോവാണ്. അവിടെ എത്തിയിട്ടില്ല, ഇനി എത്തുമോ? ബാലൻസ് വായിച്ചാലേ അറിയുള്ളൂ അല്ലേ. സോ നമുക്ക് നെക്സ്റ്റ് പേജ് വായിക്കാം. സ്റ്റോം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കുട്ടികൾക്ക് ഇപ്പോൾ അറിയാമല്ലേ എന്താണ്? കൊടുങ്കാറ്റ്. ഡൊറോത്തി റാൻ ടുവാർഡ്സ് ദി സെല്ലാർ. ഡൊറോത്തി ഓടി എവിടേക്ക്? സെല്ലാറിലേക്ക് ഓടി. ബട്ട് ടോട്ടോ റാൻ ടു ദി ഹൗസ്. പക്ഷേങ്കിൽ ടോട്ടോ വീടിൻ്റെ അകത്തേക്കാണ് ഓടിയത്. ആൻഡ് ഹൈഡ് അണ്ടർ എ കോട്ട്. എന്നിട്ട് നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാം അതിൻ്റെ അടിയിലേക്ക് ഒളിച്ചു.
ടോട്ടോ ഷീ സെർച്ച്ഡ് ഫോർ ഹിം ഇൻ ദ ഹൗസ്. അങ്ങനെ നമ്മുടെ ഡൊറോത്തി നമ്മുടെ ടോട്ടോയ്ക്ക് വേണ്ടിയിട്ട് വിളിച്ച് അന്വേഷിച്ച് നടന്നു. വീടിൻ്റെ ഉള്ളിൽ സെർച്ച് ചെയ്തു, അന്വേഷിച്ചു നടന്നു. ടോട്ടോ കം ഔട്ട്. ടോട്ടോ പുറത്തേക്ക് വന്നു. ഡൊറോത്തി യെൽഡ് ഔട്ട്. ഡൊറോത്തി ഉറക്കനെ വിളിച്ചു. ദ ഹൗളിംഗ് വിൻഡ് സ്വെഫ്റ്റ് ഹെർ വോയിസ് എവേ. പക്ഷേങ്കിൽ അവളുടെ ശബ്ദം എന്താണ്? ശക്തിയായിട്ട് വീശുന്ന കാറ്റ് അവളുടെ ശബ്ദം കൊണ്ടുപോയി. ദ വിൻഡ് വാസ് ഗെറ്റിംഗ് സ്ട്രോങ്ങർ. എന്താണ്? കാറ്റ് ഭയങ്കര ശക്തിയായി കൊണ്ടിരിക്കുകയാണ്. ദ ട്രീസ് ടോപ്പിൾഡ് ഓവർ. ദ ട്രീസ് എന്താണ്? മരങ്ങളൊക്കെ ടോപ്പിൾഡ് ഓവർ എന്താണ്? തള്ളി താഴേക്ക് വീണു. ടോപ്പിൾഡ് ഓവർ എന്ന് പറഞ്ഞാൽ താഴേക്ക് വീണു എന്നാണ്. ദ ഹൗസ് ബിഗെയിൻ ടു ഷേക്ക്. എന്താണ്? വീട് ഇങ്ങനെ ഷെയ്ക്ക് ചെയ്യാൻ, ഇങ്ങനെ കുലുങ്ങാൻ വേണ്ടി തുടങ്ങി. ദ കപ്സ് ആൻഡ് പ്ലേറ്റ്സ് ഇൻ ദ കബോർഡ് സ്ലിപ്ഡ് ഡൗൺ. എന്താണ്? അവരുടെ കബോർഡിലുള്ള കപ്പുകളും പ്ലേറ്റുകളൊക്കെ താഴേക്ക് വീണു. ദ മിറർ ഓൺ ദ വാൾ ഫെൽ ഡൗൺ. അവരുടെ ചുമലിൽ ഉണ്ടായിരുന്ന കണ്ണാടി താഴേക്ക് വീണു. ആൻഡ് ബ്രോക്ക് ഇൻ ടു പീസസ്. എന്നിട്ടത് പല കഷ്ണങ്ങളായി പൊട്ടി. വാട്ട്സ് ഹാപ്പനിങ് ടു അവർ ഹൗസ്. നമ്മുടെ വീടിന് എന്താണ് സംഭവിക്കുന്നത്? ഡൊറോത്തി വാസ് ഫ്രൈറ്റൻഡ്. ഡൊറോത്തി എന്താണ്? പേടിച്ചു. വാട്ട് ഹാപ്പൻഡ് വെൻ ദ വിൻഡ് ബ്ലൂ. ബ്ലൂ എന്ന് പറഞ്ഞാൽ എന്താണ്? വീശുക. കാറ്റ് വീശിയപ്പോൾ എന്തൊക്കെയാണ് സംഭവിച്ചത്? എന്തൊക്കെയാണ്? ദ ട്രീസ് ടോപ്പിൾഡ് ഓവർ. എന്താണ്? മരങ്ങളൊക്കെ താഴേക്ക് വീണു. ദ ഹൗസ് ബിഗെയിൻ ടു ഷേക്ക്. വീട് കുലങ്ങാൻ തുടങ്ങി. ദ കപ്സ് ആൻഡ് പ്ലേറ്റ്സ് ഇൻ ദ കബോർഡ് സ്ലിപ്ഡ് ഡൗൺ. അലമാറയിൽ ഉണ്ടായിരുന്ന കബോർഡിൽ ഉണ്ടായിരുന്ന കപ്പുകളും പ്ലേറ്റുകളും നെരങ്ങി താഴേക്ക് വീണു. ദ മിറർ ഓൺ ദ വാൾ ഫെൽ ഡൗൺ. ചുമരിലുണ്ടായിരുന്ന കണ്ണാടി താഴേക്ക് വീണു. ആൻഡ് ബ്രോക്ക് ഇൻ ടു പീസസ്. എന്നിട്ട് പല കഷ്ണങ്ങളായിട്ട് പൊട്ടി. ഇത്രയും കാര്യങ്ങളാണ് അതിൻ്റെ ഉത്തരമായിട്ട് ആൻസറായിട്ട് വരിക. വാട്ട് വിൽ ഹാപ്പൻ ടു ദ ഹൗസ്. ആ വീടിന് ഇനി എന്താ സംഭവിക്കുക? നമുക്ക് തുടർന്ന് വായിക്കാം. ഫ്ലൈയിങ് ഹൗസ്. എന്താണ് ഫ്ലൈയിങ് എന്ന് പറഞ്ഞാൽ? പറക്കുക. നമുക്ക് ചിത്രത്തിൽ കാണാം നമ്മുടെ വീട് എന്താണ്? ആകാശത്തേക്ക് പറന്നുയരുന്നുണ്ട്. ദ സ്റ്റോം റോർഡ്. എന്താണ്? നമ്മുടെ കാറ്റ് അലറി. ക്രീക്ക്. ഇറ്റ് ലിഫ്റ്റഡ് ദ ഹൗസ് ഓഫ് ദി ഗ്രൗണ്ട്. അത് നിലത്ത് നിന്നും നമ്മുടെ വീടിന് എന്താണ്? മുകളിലേക്ക് ഉയർത്തി. ഡൊറോത്തി ആൻഡ് ടോട്ടോ കുഡ് നോട്ട് റൺ ഔട്ട് ഓഫ് ദി ഹൗസ്. എന്താണ്? ഡൊറോത്തിക്കും അവരുടെ പെറ്റ് ടോട്ടോയ്ക്കും വീടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഓടി രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. ഓ മൈ ഗോഡ്, അവർ ഹൗസ് ഈസ് ഫ്ലൈയിങ്. ദൈവമേ, നമ്മുടെ വീട് എന്താണ്? പറക്കുകയാണ്. ഡൊറോത്തി ലുക്ക്ഡ് ഔട്ട്. ഡൊറോത്തി പുറത്തേക്ക് നോക്കി. ഷീ സോ ഫാളൻ ട്രീസ് ആൻഡ് ബ്രോക്കൺ ബ്രിഡ്ജസ് ബിലോ. അവള് പുറത്തേക്ക് നോക്കിയപ്പോൾ എന്തൊക്കെയാണ് കണ്ടത്? ഫാളൻ ട്രീസ്, നിലത്ത് വീണ് കിടക്കുന്ന മരങ്ങൾ. പിന്നെയോ ബ്രോക്കൺ ബ്രിഡ്ജസ്, എന്താണ്? തകർന്ന പാലങ്ങൾ. ടോട്ടോ ബിക്കെയിം അഫ്രൈഡ്. ടോട്ടോ എന്താണ്? പേടിക്കാൻ തുടങ്ങി. അഫ്രൈഡ് എന്ന് പറഞ്ഞാൽ പേടിക്കുക. ഹീ സ്റ്റാർട്ടഡ് റണ്ണിങ് ഹിയർ ആൻഡ് ദർ ഇൻസൈഡ് ദ ഹൗസ്. ടോട്ടോ വീടിൻ്റെ ഉള്ളിൽ അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ്? ഓടാൻ തുടങ്ങി പേടിച്ചിട്ട്. ഓക്കെ, ആർ ഇൻ ഡേഞ്ചർ ഡിയർ. നമ്മൾ എന്താണ്? ഡേഞ്ചറിലാണ്. ഡേഞ്ചർ എന്ന് പറഞ്ഞാൽ അപകടം. നമ്മൾ അപകടത്തിലാണ്. ഡൊറോത്തി ഹെൽഡ് ടോട്ടോ ഇൻ ഹെർ ആംസ്. ഇതും പറഞ്ഞ് ഡൊറോത്തി അവളുടെ ടോട്ടോയെ അവളുടെ കൈകളിലേക്ക് എടുത്തു. ഹെൽഡ് എന്ന് പറഞ്ഞാൽ എടുത്തു. ദ വിൻഡ് ലിഫ്റ്റഡ് ദ ഹൗസ് ഹയർ ആൻഡ് ഹയർ. എന്താണ്? കാറ്റ് വീടിനെ ലിഫ്റ്റ് ചെയ്തു. ലിഫ്റ്റിൻ്റെ അർത്ഥം നമ്മൾ പറഞ്ഞതാണ്. എന്താണ്? ഉയർത്തി. വീടിനെ ഉയരങ്ങളിലേക്ക് വീടിനെ ഉയർത്തി. ഓവർ ദി ഫാളൻ ട്രീസ്. വീണ് കിടക്കുന്ന മരങ്ങളിലൂടെ. ഓവർ ദി മാർക്കറ്റ്. കടകളിനെക്കാട്ടിലും മുകളിലൂടെ. ഓവർ ദി സ്ട്രീം. ഒഴുകുന്ന നദിനെക്കാട്ടിലും മുകളിലൂടെ. ഓവർ ദി മൗണ്ടെയിൻസ്. മലകളിനെക്കാട്ടിലും മുകളിലൂടെ. മൗണ്ടെയിൻസ് എന്ന് പറഞ്ഞാൽ മലകൾ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിനെക്കാട്ടിലും മുകളിലാണ് ഇവരുടെ വീട് ഇപ്പോൾ ഉള്ളത്. ഡൊറോത്തി ട്രംബിൾഡ് വിത്ത് ഫിയർ. ട്രംബിൾഡ് വിത്ത് ഫിയർ എന്ന് പറഞ്ഞാൽ ഭയം. ട്രംബിൾഡ് വിത്ത് ഫയർ എന്ന് പറഞ്ഞാൽ അവൾ ഭയത്താൽ ഇങ്ങനെ കുലുങ്ങി, ഇങ്ങനെ
ഒരു എന്താ പറയുക ഭയങ്കര പേടിച്ചിട്ട് ഒരു ഇതായിപ്പോയി. ഷീ കുഡിൻറ്റ് ഈവൻ ക്രൈ, അവൾക്കൊന്ന് കരയാൻ പോലും പറ്റിയില്ല. ഷീ കുഡ് ഓൺലി സീ ദ സ്കൈ ആൻഡ് ദി ഡാർക്ക് ക്ലൗഡ്സ്, അവൾക്ക് കാണാൻ പറ്റിയത് എന്താണ്? ആകാശവും, സ്കൈ എന്ന് പറഞ്ഞാൽ ആകാശവും, പിന്നെ ഡാർക്ക് ക്ലൗഡ്സ് ഇരുണ്ട മേഘങ്ങളും മാത്രമാണ് അവൾക്ക് കാണാൻ കഴിഞ്ഞത്. ഷീ ക്ലോസ്ഡ് ഹെർ ഐസ്, അവൾ അവളുടെ കണ്ണ് അടച്ചു. വാട്ട് ഡിഡ് ഡൊറോത്തി സീ ഫ്രം ദ ഫ്ലൈയിങ് ഹൗസ്, ഡൊറോത്തി എന്താണ് പറക്കുന്ന വീട്ടിൽ നിന്ന് കണ്ടത്? ഇതിൻ്റെ ആൻസർ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് തന്നെ ഉണ്ട്. ഷീ കുഡ് ഓൺലി സീ ദ സ്കൈ ആൻഡ് ദ ഡാർക്ക് ക്ലൗഡ്സ്, അവൾക്ക് കാണാൻ പറ്റിയത് ആകാശവും ഇരുണ്ട മേഘങ്ങളും മാത്രമായിരുന്നു. ഇഫ് യു വെർ ഡൊറോത്തി വാട്ട് വുഡ് യു ഡു, ഇപ്പം നിങ്ങളാണ് ഡൊറോത്തിയുടെ സ്ഥാനത്ത്, നിങ്ങൾ എന്താ ചെയ്യുക? നിങ്ങൾ എന്താണ് പേടിച്ച് പോയിട്ടുണ്ടാവുമോ, അല്ലെങ്കിൽ നല്ല ധൈര്യത്തിൽ ഇരിക്കുമോ? എന്താണ് നിങ്ങളുടെ കാര്യം? നിങ്ങൾ അവിടെ എഴുതി ചേർക്കുക. ഞാനിവിടെ എഴുതിയത് എന്താണ്? ഞാനും പേടിച്ച് പോയിട്ടുണ്ടാവും എന്നാണ് എഴുതിയത്. വുഡ് ആൾസോ ഹാവ് ബീൻ സ്കെയർഡ്, എന്താണ് സ്കെയർഡ് എന്ന് പറഞ്ഞാൽ പേടിക്കുക. ഞാനും പേടിച്ചു പോയിട്ടുണ്ടാവും. വാട്ട് വിൽ ഹാപ്പൻ ടു ഡൊറോത്തി ആൻഡ് ടോട്ടോ, ഇനി എന്താണ് ഡൊറോത്തിക്കും ടോക്കും സംഭവിച്ചിട്ടുണ്ടാവുക? ഹാപ്പൻ എന്ന് പറഞ്ഞാൽ സംഭവിക്കാന്നാണ് കേട്ടോ. നിങ്ങൾ മിക്ക ചോദ്യങ്ങളും കാണും ഹാപ്പൻ എന്ന് പറഞ്ഞ വാക്ക്. സോ അതിൻ്റെ വാക്കിൻ്റെ അർത്ഥം മനസ്സിലാക്കി വെക്കുക. ഹാപ്പൻ എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവിച്ചത് എന്നാണ്. വാട്ട് വിൽ ഹാപ്പൻ ടു ഡൊറോത്തി ആൻഡ് ടോട്ടോ, ടോട്ടോയ്ക്കും ഡൊറോത്തിക്കും എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക? നമുക്ക് കഥയിൽ ബാക്കി വായിക്കാം, എങ്കിലേ നമുക്ക് മനസ്സിലാവുള്ളൂ അല്ലേ. ഇൻ എ സ്ട്രേഞ്ച് ലാൻഡ്, സ്ട്രേഞ്ച് ലാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? സ്ട്രേഞ്ച് എന്ന് പറഞ്ഞാൽ അപരിചിതമായ, അറിയാത്ത ലാൻഡ്, അറിയാത്തൊരു നാട്. എന്താണ് ഇൻ എ സ്ട്രേഞ്ച് ലാൻഡ്? ഒരു അപരിചിതമായ ദേശത്ത്, നാട്ടിൽ എന്നൊക്കെ പറയും. ദ ഹൗസ് ലാൻഡഡ് സംവെയർ, നമ്മുടെ വീട് എന്താണ് എവിടെയോ, സംവെയർ എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും, ലാൻഡഡ് എത്തി. ഡൊറോത്തി ഓപ്പൺഡ് ഹെർ ഐസ്, ഡൊറോത്തി എന്താണ് അവിടെ കണ്ണടച്ചിരിക്കുകയായിരുന്നു അല്ലേ. ഡൊറോത്തി അപ്പോൾ എന്താണ് കണ്ണ് തുറന്നു. ഷീ ലുക്ക്ഡ് ഔട്ട്, അവൾ പുറത്തേക്ക് നോക്കി. ഓ ദ സ്റ്റോം ഹാസ് ഗോൺ, സ്റ്റോം എന്ന് പറഞ്ഞാൽ കൊടുംകാറ്റ്, ഹാസ് ഗോൺ പോയി. ഇപ്പോൾ അവൾ കണ്ണ് തുറന്ന് പുറത്തേക്ക് നോക്കിയപ്പോൾ എന്താണ് അവിടെ കൊടുങ്കാറ്റൊന്നുമില്ല, എല്ലാം ശാന്തമായിട്ടുണ്ട്. കെയിം ഔട്ട് വിത്ത് ടാറ്റോ, കെയിം ഔട്ട് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് വന്നു. അവൾ ടാറ്റോയിനെ എടുത്തിട്ട് പുറത്തേക്ക് വന്നു. ദ എയർ വാസ് ഫില്ലഡ് വിത്ത് ദി ഫ്രാഗ്രൻസ് ഓഫ് ഫ്ലവേഴ്സ്, എന്താണ് എയർ എന്ന് പറഞ്ഞാൽ വായു. വായു എന്താണ്? അവൾ പുറത്തേക്ക് വന്നപ്പോൾ എന്താണ്? വായു ഫുള്ള് എന്തിൻ്റെ സ്മെല്ലാണ്? ഫ്രാഗ്രൻസ് എന്ന് പറഞ്ഞാൽ സ്മെല്ല്, പൂക്കളുടെ സ്മെല്ലാണ്. ഫ്രാഗ്രൻസ് ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ പൂക്കളുടെ സ്മെല്ല്, സുഗന്ധം. എന്നപ്പോൾ എന്താണ്? അവളുടെ വായു ഫുള്ള് എന്താണ്? പൂക്കളുടെ സുഗന്ധത്താൽ നിറഞ്ഞിരിക്കുകയായിരുന്നു. ചീർപ്പിടെന്ന് പറഞ്ഞാൽ എന്താണ്? നല്ല സൗണ്ട്, നല്ല ഹാപ്പി ആയിട്ട് നിൽക്കുമ്പോൾ കിളികൾ ഉണ്ടാക്കുന്ന ശബ്ദത്തെയാണ് അത് പറയുന്നത്. വേർ ആർ വി നൗ, നമ്മളിപ്പോൾ എവിടെയാണ്? ഷീ വണ്ടേർഡ്, വണ്ടേർഡ് എന്ന് പറഞ്ഞാൽ ആശ്ചര്യപ്പെട്ടു. ടോട്ടോ സ്നിഫ്ഡ് എറൗണ്ട്, എറൗണ്ട് എന്ന് പറഞ്ഞാൽ ഈ നായകളൊക്കെ ഇങ്ങനെ മൂക്ക് കൊണ്ട് ഇങ്ങനെ സ്മെല്ല് ചെയ്ത് ഇങ്ങനെ മണപ്പിച്ച് ഇങ്ങനെ നടക്കലില്ലേ, അതിനാണ് സ്നിഫർ എറൗണ്ട് എന്ന് പറയുന്നത്. ഹീ ലുക്ക്ഡ് അറ്റ് ഡൊറോത്തി പസിൽഡ്, ഈ നമ്മുടെ ടോട്ടോ എന്താണ് അത്ഭുതത്തോട്, എന്താ പറയുക, സംശയത്തോട് കൂടി, ഒന്നും അറിയാത്ത ഒരു ഐഡിയ കിട്ടാതെ ഡൊറോത്തി ഇങ്ങനെ നോക്കി നിന്നു. ഡൊറോത്തി സോ സം സ്ട്രേഞ്ച് പീപ്പിൾ കമ്മിങ് ടുവാർഡ്സ് ദം, എന്താണ് ഡൊറോത്തി എന്താണ് കണ്ടത്? കുറച്ച് സ്ട്രേഞ്ച് പീപ്പിൾ, അതായത് അപരിചിതരായ ആൾക്കാർ, കമ്മിങ് ടുവാർഡ്സ് ദം, അവരുടെ അരികിലേക്ക് വരുന്നത് കണ്ടു. ദേ വർ സ്മോളർ ദാൻ ഡൊറോത്തി ബട്ട് ബിഗ്ഗർ ദാൻ ടാറ്റോ, അവരെന്തായിരുന്നു? നമ്മുടെ ഡൊറോത്തിനെക്കാട്ടിലും ചെറുതായിരുന്നു, പക്ഷെ ടാറ്റോനെക്കാട്ടിലും വലുതായിരുന്നു. ദേ വോർ ഹാറ്റ്സ് വിത്ത് ടൈനി ബെൽസ്, അവരെന്താണ് ധരിച്ചിരുന്നത്? ഹാറ്റ്സ് എന്ന് പറഞ്ഞാൽ തൊപ്പികൾ, വിത്ത് ടൈനി ബെൽസ്, എന്താണ് തൊപ്പിയിൽ ചെറിയ ബെല്ലുകൾ, മണികൾ ഉണ്ടായിരുന്നു. ടോട്ടോ ബാർക്ക്ഡ് അറ്റ് ദം, ടോട്ടോ അവരെ നോക്കി എന്താണ്? കുരച്ചു. ബാർക്ക്ഡ് എന്ന് പറഞ്ഞാൽ കുരയ്ക്കുക. നമ്മുടെ നായകളൊക്കെ അറിയാത്ത ആൾക്കാരെ കണ്ടാൽ കുരയ്ക്കലില്ലേ, അതിനാണ് ബാർക്ക് എന്ന് പറയുക. കാം ഡൗൺ ടോട്ടോ, അവൾ പറയാണ് കാം ഡൗൺ എന്ന് പറഞ്ഞാൽ നല്ല സമാധാനപ്പെടുന്ന്. ഡൊറോത്തി പാറ്റഡ് ഹിം,
പാറ്റഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തൊട്ട് തലോടുന്നതിനാണ് പാറ്റഡ് എന്ന് പറയുന്നത്. ഹായ് ലിറ്റിൽ ഗേൾ, വി ആർ മഞ്ചുക്കിൻസ്. എന്താണ് അവരടുത്ത് പറയാണ്, ഹായ് ലിറ്റിൽ ഗേൾ, ഞങ്ങൾ എന്താണ് മഞ്ചുക്കിൻസ് ആണ്. വെൽക്കം ടു അവർ ലാൻഡ്, ഞങ്ങളുടെ നാട്ടിലേക്ക് നിനക്ക് സ്വാഗതം. വി ആർ സോ ഹാപ്പി ടുഡേ, ഞങ്ങൾ ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണ്. യു സേവ്ഡ് അസ്, നീയാണ് ഞങ്ങളെ രക്ഷിച്ചത്. ദേ സെഡ്, അവർ പറഞ്ഞു. ഡൊറോത്തി വാസ് കൺഫ്യൂസ്ഡ്, ഡൊറോത്തി അപ്പോൾ എന്താണ് ആകെ കൺഫ്യൂസ്ഡായി, സംശയത്തിലായി. ഇവരെന്താണ് പറയുന്നത്, ഡൊറോത്തി എങ്ങനെയാണ് അവരെ രക്ഷിച്ചതെന്ന് പറയുന്നത് അവൾക്കൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. കിങ്സ് എന്ന് പറഞ്ഞാൽ ഒരു നാട്ടുകാരുടെ പേരാണ് കേട്ടോ. അവർ മഞ്ചുക്കിൻസ് എന്ന് പറഞ്ഞ നാട്ടുകാരുള്ള ഒരു ഒരു നാട്ടിലേക്കാണ് ഡൊറോത്തി എത്തിപ്പെട്ടത്. ഒരു ചോദ്യമുണ്ട്, വൈ വാസ് ഡൊറോത്തി കൺഫ്യൂസ്ഡ്, എന്തുകൊണ്ടാണ് ഡൊറോത്തി ഇങ്ങനെ സംശയത്തിലായിട്ട് ഇരിക്കുന്നതെന്ന്, എന്തുകൊണ്ടാണ്, അവരെന്താണ് പറയുന്നതെന്നോ അവൾ എവിടെയാണ് എത്തിപ്പെട്ടതെന്നോ ഒന്നും ഒരു ഐഡിയ ഇല്ലല്ലേ, അവൾക്കൊന്നും അറിയില്ല. അവൾ ഒന്നായിട്ട് ഷോക്കായിട്ട് ഇരിക്കുകയാണ് അല്ലേ. സോ നമുക്ക് എഴുതാം, was confused because she did not know where she was. അവൾ കൺഫ്യൂസ്ഡ് ആയതിന് കാരണം, ബിക്കോസ് എന്ന് പറഞ്ഞാൽ കാരണം എന്നാണ്. എന്താണ്, അവൾക്കറിയില്ല അവൾ എവിടെയാണ് വന്നെത്തിയതെന്ന്. സോ സ്ട്രേഞ്ച് പീപ്പിൾ, എന്താണ് അവൾ കാണുന്നത് അപരിചിതരായ ആൾക്കാരെയാണ്. ഷീ ഡിഡ് നോട്ട് നോ വാട്ട് ദേ ആർ സേയിങ്, അവർ എന്താണ് പറയുന്നതെന്ന് അവൾക്ക് അറിയില്ല. അവർ ഹീറോ, നീയാണ് ഞങ്ങളുടെ ഹീറോ. യു കിൽഡ് ദി ക്രൂവൽ വിച്ച് എ യങ് മഞ്ചുക്കിൻ സെഡ്, അതിലുണ്ടായിരുന്ന പ്രായം കുറഞ്ഞ, യങ് എന്ന് പറഞ്ഞാൽ പ്രായം കുറഞ്ഞ മഞ്ചുക്കിൻസിൽ ഒരാൾ പറഞ്ഞു, നീ എന്താണ് കൊന്നു. കിൽഡ് എന്ന് പറഞ്ഞാൽ കൊന്നു. ആരെ, ദ ക്രൂവൽ വിഞ്ച്, ദുഷ്ടയായ മന്ത്രവാദിനിയെ. വിഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ മന്ത്രവാദങ്ങളൊക്കെ അറിയുന്ന മാജിക്കൽ പവേഴ്സൊക്കെ ഉള്ള ആളെയാണ് വിച്ച് എന്ന് പറയുന്നത്. സോ നീയാണ് അവരെ കൊന്നത്. അപ്പോൾ ഡൊറോത്തി പറയാണ്, ഓ നോ, ഐ ഹാവ് നെവർ കിൽഡ് എനി വൺ. ഡൊറോത്തി ക്രൈഡ് ഔട്ട്. അപ്പം നീ ഒരാളെ കൊന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ഡൊറോത്തി കരഞ്ഞുകൊണ്ട് പറയാണ്, ഇല്ല ഞാൻ ആരെയും കൊന്നിട്ടില്ല എന്ന്. അവൾ ആകെ പേടിച്ചു പോയില്ലേ. നോട്ട് യു ബട്ട് യുവർ ഹൗസ്, നീയല്ല നിന്റെ വീടാണ്. യു ലാൻഡഡ് യുവർ ഹൗസ് ഓൺ ദി വിക്കഡ് വിഞ്ച്, നിന്റെ വീട് നീ എവിടെയാണ് എത്തിച്ചത്, ഈ വിക്കഡ് വിഞ്ചിൻ്റെ മുകളിലേക്കാണ് എത്തിച്ചത്. ഷീ ഡൈഡ്, അങ്ങനെ അവൾ മരിച്ചു. സെഡ് ആൻ ഓൾഡ് മഞ്ചുക്കിൻ, അതിൽ ഒരു പ്രായമായിട്ടുള്ള ഒരു മഞ്ചുക്കിൻസിൽ ഒരാൾ പറഞ്ഞു. ഈസ് ഇറ്റ് സോ, ഡൊറോത്തി വാസ് ഷോക്ക്ഡ്, അങ്ങനെയാണോ സംഭവിച്ചത് എന്ന് ഡൊറോത്തി ഷോക്കായിട്ട് ചോദിച്ചു. യെസ് വി വെർ ഹെർ സ്ലേവ്സ്, അതെ ഞങ്ങൾ അവരുടെ അടിമകളാണ്. സ്ലേവ്സ് എന്ന് പറഞ്ഞാൽ അടിമകൾ. യു സെറ്റ് അസ് ഫ്രീ, നീയാണ് ഞങ്ങളെ മോചിപ്പിച്ചത്. ഫ്രീ ആക്കാന്ന് പറഞ്ഞാൽ മോചിപ്പിക്കുക. ലെറ്റ്സ് സെലിബ്രേറ്റ് അവർ ഫ്രീഡം, നമ്മുടെ സ്വാതന്ത്ര്യത്തെ ആഘോഷിക്കാം. സെലിബ്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ആഘോഷിക്കുക. ബിഗെയിൻ ടു ഡാൻസ്, അങ്ങനെ അവർ നൃത്തം ചെയ്യാൻ തുടങ്ങി. ബിഗെയിൻ എന്ന് പറഞ്ഞാൽ തുടങ്ങി. ജോയിൻ ആസ്, ഞങ്ങളുടെ കൂടെ ചേരൂ. ദ ഓൾഡ് മഞ്ചുക്കിൻ ഇൻവൈറ്റഡ് ഡൊറോത്തി, അങ്ങനെ അതിലുള്ള പ്രായം കൂടിയ മഞ്ചുക്കിൻസിൽ ഒരാൾ ഡൊറോത്തിയെ വിളിച്ച് ഇൻവൈറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ക്ഷണിച്ചു. നന്ദി, ബട്ട് പക്ഷേ പ്ലീസ് ഹെൽപ്പ് അസ് ഗോ ബാക്ക് ടു അവർ വില്ലേജ്, ഞങ്ങളെ ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക് തിരിച്ചു പോവാൻ സഹായിക്കുമോ. ഷീ സെഡ്, അവൾ പറഞ്ഞു. സോറി വി ക്യാൻഡ്, ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങൾക്കതിന് കഴിയില്ല. ബട്ട് ഷുവർലി ദ വിസാർഡ് ഓഫ് ഓസ് ക്യാൻ ഹെൽപ്പ് യു, പക്ഷേ ഞങ്ങൾക്ക് കഴിയില്ല, പക്ഷേ നിർബന്ധമായിട്ടും ആർക്ക് കഴിയും, ഓസിലുള്ള ഒരു വിസാർഡിന് കഴിയും. വിസാർഡ് എന്ന് പറഞ്ഞാൽ മാന്ത്രികനാണ്. സോ ഓസിലുള്ള മാന്ത്രികനെ നിങ്ങൾക്ക് സഹായിക്കാൻ കഴിയും. അപ്പോൾ ഡൊറോത്തി ചോദിക്കുകയാണ്, വിസാർഡ് ഓഫ് ഓസ്, ഹൂ ഈസ് ഹി, ആരാണ് ഓസിലുള്ള ഈ മാന്ത്രികൻ. അവൾ ചോദിച്ചു. ഹി ഈസ് പവർഫുൾ മെജീഷ്യൻ ഹൂ ക്യാൻ വർക്ക് വണ്ടേഴ്സ്, എന്താണ് അവന് പവർഫുൾ ആയിട്ടുള്ള നല്ല ശക്തിയുള്ള മാന്ത്രികനാണ്. അവർക്ക് എന്താണ് കുറേ അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയും. വണ്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അത്ഭുതങ്ങൾ. ദ ഓൾഡ് മഞ്ചുക്കിൻസ് റിപ്ലൈഡ്, ഇത് ആര് പറഞ്ഞതാണ്, ഇതിൽ പ്രായം കൂടിയ ഒരു മഞ്ചുക്കിൻസ് മറുപടി ആയിട്ട് പറഞ്ഞതാണ്. ഡൊറോത്തി സ്മൈൽഡ്, ഡൊറോത്തി എന്താണ് ചിരിച്ചു. കാരണം എന്താ, അവൾക്ക്
വീട്ടിലെത്താലോ എന്നാലോചിച്ച് അവൾ ചിരിച്ചു. ഷീ വാക്ക്ഡ് വിത്ത് ടോട്ടോ ടു മീറ്റ് ദ വിസാർഡ് ഓഫ് ഓസ്. ടോട്ടോയുമായിട്ട് നടന്നു എവിടേക്ക്? നമ്മുടെ ഓസിലുള്ള മാന്ത്രികനെ മീറ്റ് ചെയ്യാൻ, കാണാൻ വേണ്ടിയിട്ട് അവൾ നടന്നു. നിങ്ങൾക്കൊരു ചോദ്യമുണ്ട്. ഹൗ ഡിഡ് ദ വിക്കഡ് വിച്ച് ഡൈ? എങ്ങനെയാണ് ഈ ദുഷ്ടയായ മന്ത്രവാദിനി പിശാച് മരിച്ചത്? എങ്ങനെയാണ്? ഡൊറോത്തിയുടെ വീട് അവരുടെ മുകളിലേക്ക് വീണിട്ടാണ് അല്ലേ? സോ നമുക്ക് എഴുതാം, ഹൗസ് ഓഫ് ഡൊറോത്തി ഫെൽ ഡൗൺ ഓൺ വിക്കഡ് വിഞ്ച്. ഡൊറോത്തിയുടെ വീട് അവരുടെ വിക്കഡ് വിഞ്ചിന്റെ മുകളിലേക്ക് വീണു. ഹൗ കുഡ് ദി വിസാർഡ് ഓഫ് ഓസ് ഹെൽപ്പ് ഡൊറോത്തി? എങ്ങനെയാണ് ഓസിലുള്ള വിസാർഡ്, നമ്മുടെ മാന്ത്രികനെ, നമ്മുടെ ഡൊറോത്തിയെ ഹെൽപ്പ് ചെയ്യുക, സഹായിക്കുക? എങ്ങനെയാണ്? നമുക്ക് ബാക്കി കഥാഭാഗം വായിക്കാം. They reached the wizard's place. അങ്ങനെ അവരെവിടെ എത്തി? റീച്ച്ഡ് എന്ന് പറഞ്ഞാൽ എത്തി. വിസാർഡ്സ് പ്ലേസ്, മാന്ത്രികൻ്റെ നാട്ടിൽ, സ്ഥലത്ത്. വെൽക്കം, വെൽ ഡൺ ഡൊറോത്തി. എന്നിട്ട് അവർ പറയാണ് വെൽക്കം, സ്വാഗതം. വെൽ ഡൺ ഡൊറോത്തി, നീ നല്ലൊരു കാര്യമാണ് ചെയ്തത്, കൺഗ്രാറ്റുലേഷൻസ് എന്നൊക്കെ പറയില്ലേ? സോ വെൽ ഡൺ, നീ നന്നായിട്ട് ചെയ്തു. യു സേവ്ഡ് ദി മഞ്ചുകിൻസ്, നീയാണ് മഞ്ചുകിൻസിനെ രക്ഷിച്ചത്. വാട്ട് കാൻ ഐ ഡു ഫോർ യു ആസ്ക്ഡ് ദ വിസാർഡ് ഓഫ് ഓസ്. തനിക്ക് എന്താണ് നിനക്ക് വേണ്ടി ചെയ്യാൻ കഴിയാന്ന് നമ്മുടെ ഓസിലെ മാന്ത്രികൻ ചോദിച്ചു. പ്ലീസ് ഹെൽപ്പ് അസ് ഗോ ബാക്ക് ടു അവർ വില്ലേജ്. ഡൊറോത്തി പ്ലേഡഡ്. എങ്ങനെയാണ് ഡൊറോത്തി ഇങ്ങനെ ഭയങ്കര ആദരവോട് കൂടി അപേക്ഷിച്ചു. പ്ലീഡഡ് എന്ന് പറഞ്ഞാൽ ആദരവോട് കൂടി അപേക്ഷിച്ചു. എന്താണ്? പ്ലീസ് ഹെൽപ്പ് അസ് ഗോ ബാക്ക് ടു അവർ വില്ലേജ്. ഞങ്ങളെ ദയവ് ചെയ്ത് ഞങ്ങളുടെ തിരിച്ച് ഗ്രാമത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സഹായിക്കുമോ എന്ന്. വൈ ഡു യു വാണ്ട് ടു ലീവ് ദിസ് ബ്യൂട്ടിഫുൾ പ്ലേസ്? ഹി ആസ്ക്ഡ്. എന്നിട്ട് നമ്മുടെ ഹോസിലെ മാന്ത്രികൻ ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് ഇത്രയും മനോഹരമായ സ്ഥലത്ത് നിന്ന് തിരിച്ചു പോകുന്നത്? There is no other place like our own home. ഡൊറോത്തി said. എവിടെ ചെന്നാലും നമ്മളെ വീട് പോലുള്ള ഒരു പ്ലേസ് ആവില്ലല്ലോ എന്ന് ഡൊറോത്തി പറഞ്ഞു. നമുക്കൊക്കെ അങ്ങനെയാണല്ലോ, എത്ര നല്ല സുന്ദരമായിട്ടുള്ള സ്ഥലത്ത് പോയാലും കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് തിരിച്ച് നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് വരണം അല്ലേ? അതുപോലെ തന്നെയാണ് ഡൊറോത്തിയും പറഞ്ഞത്, എവിടെയാണെങ്കിലും ഞങ്ങളുടെ സ്വന്തം വീടാവില്ലല്ലോ എന്ന്. യു വിഷ് മൈ ഡിയർ, നീ ആഗ്രഹിക്കുന്നത് പോലെ. വിഷ് എന്ന് പറഞ്ഞാൽ ആഗ്രഹം. മൈ ഡിയർ, എൻ്റെ പ്രിയപ്പെട്ടവളെ. ദ വിസാർഡ് വേവ്ഡ് ഹിസ് മാജിക് വാൻഡ്. എന്താണ് വിസാർഡ്? മാന്ത്രികനെ വേവ്ഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വീശ. എന്താ വീശിയത്? ഹിസ് മാജിക് വാൻഡ്, അവൻ്റെ മാന്ത്രിക വടി, മാന്ത്രിക തണ്ട് എന്നൊക്കെ പറയില്ല, അതിനാണ് മാജിക് വാൻഡ് എന്ന് പറയാം. വാവ്, ദ ഹൗസ് അപ്പിയർഡ്. അപ്പോൾ എന്താ സംഭവിച്ചത്? അയാൾ അവരുടെ മാന്ത്രിക വടി ഇങ്ങനെ വീശിയപ്പോൾ എന്താ സംഭവിച്ചത്? ദ ഹൗസ് അപ്പിയർഡ്, വീട് പ്രത്യക്ഷപ്പെട്ടു. അപ്പിയർഡ് എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷപ്പെട്ടു. ഡൊറോത്തി ആൻഡ് ടോട്ടോ ഗോട്ട് ഇൻ. അങ്ങനെ ഡൊറോത്തിയും ടോട്ടയും അതിൽ കയറി. ഇറ്റ് ബിഗെയിൻ ടു ഫ്ലൈ. അങ്ങനെ അത് പറക്കാൻ തുടങ്ങി. ബിഗെയിൻ എന്ന് പറഞ്ഞാൽ തുടങ്ങി. നമ്മളിതിൻ്റെ മുന്നേയും പറഞ്ഞതാണ്. ദ ഹിൽസ്, എന്താണ്? കുന്നിൻ്റെ മുകളിലൂടെ. ഓവർ ദ ഫീൽഡ്സ്, വയലുകളുടെ മുകളിലൂടെ. ഫൈനലി ദ ഹൗസ് ലാൻഡഡ് ഓൺ ഹെർ വില്ലേജ്. അങ്ങനെ അവസാനമായിട്ട് അവരുടെ വീട് എന്താണ്? ലാൻഡഡ് എന്ന് പറഞ്ഞാൽ എത്തി. ഓൺ ഹെർ വില്ലേജ്, അവളുടെ ഗ്രാമത്തിൽ. ടോട്ടോ, വി വെർ ബാക്ക്. ടോട്ടോ, നമ്മൾ തിരിച്ചെത്തി. ബിക്കെയിം വെരി ഹാപ്പി. അവൾ ഭയങ്കര സന്തോഷത്തിലായി. ഹാപ്പി എന്ന് പറഞ്ഞാൽ സന്തോഷം, ബിക്കെയിം എന്ന് പറഞ്ഞാൽ ആയി, സന്തോഷത്തിലായി. ദ സ്കൈ വാസ് ക്ലിയർ. ആകാശം എന്തായി? നല്ല തെളിച്ചമുള്ളതായി, ക്ലിയറായി. ദേർ വാസ് എ റെയിൻബോ ഇൻ ദ സ്കൈ. ഇപ്പോൾ ആകാശം എന്തുണ്ട്? നല്ല മഴവില്ലുണ്ട്. ഇപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. കാറ്റൊക്കെ പോയി നല്ല സമാധാനത്തിലായി അന്തരീക്ഷമൊക്കെ. ഇപ്പോൾ എല്ലാവരും നല്ല സന്തോഷത്തിലായി. ഇവിടെ നിങ്ങൾക്കൊരു ചോദ്യമുണ്ട്. ഹൗ ഡിഡ് ദ വിസാർഡ് ഓഫ് ഓസ് ഹെൽപ്പ് ഡൊറോത്തി? എങ്ങനെയാണ് ഓസിലെ മാന്ത്രികൻ ഡൊറോത്തിയെ സഹായിച്ചത്? എങ്ങനെയാണ്? അയാളുടെ മേജിക്കൽ പവർ കൊണ്ട് ഒരു വീട് പ്രത്യക്ഷപ്പെടുത്തി. എന്നിട്ട് ആ വീട്ടിൽ അവർ കയറി പറന്നിട്ട് അവരുടെ നാട്ടിലെത്തി അല്ലേ? നമുക്ക് എഴുതാം, ദ വിസാർഡ് ഹെൽപ്ഡ് ഡൊറോത്തി. നമ്മുടെ വിസാർഡ് മാന്ത്രികൻ ഡൊറോത്തിയെ സഹായിച്ചു. ബൈ യൂസിങ് ഹിസ് മാജിക് വാൻഡ്, അവരുടെ മാന്ത്രിക തണ്ട് കൊണ്ട്. ടു ബ്രിങ് ബാക്ക് ഹെർ ഹൗസ്, അവരുടെ വീട് തിരിച്ചു കൊണ്ടുവന്നു. ആൻഡ് സെൻഡ് ഹെർ ആൻഡ് ടാറ്റോ ബാക്ക് ടു ദെയർ
ഹോം എന്നിട്ട് ടാറ്റോനെയും അവരുടെ ഡൊറോത്തിയെയും എന്താണ് അവർ തിരിച്ച് അവരുടെ വീട്ടിലേക്ക് എത്തിച്ചു, ഗ്രാമത്തിലേക്ക് എത്തിച്ചു. അടുത്ത ചോദ്യം, There's no other place like our own home. കമൻറ്റ്. അവിടെ മറ്റൊരു സ്ഥലമല്ലേ നമ്മുടെ വീട് പോലായിട്ടുള്ള വേറെ എത്ര നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണെന്ന് പറഞ്ഞാലും നമ്മളെ വീട് പോലുള്ളൊരു സ്ഥലം മറ്റൊന്നില്ലല്ലേ. നമ്മളിപ്പോൾ എവിടെ ട്രിപ്പ് പോവുകയാണെങ്കിലും എവിടെ പോവുകയാണെങ്കിലും എത്ര നമുക്ക് ഇഷ്ടമുള്ള ഏത് സ്ഥലത്ത് ാലും 2 ദിവസം കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് തന്നെ വരണം അല്ലേ. അത് വേറൊരു ഫീലാണ്, വേറൊരു സുഖമാണ് അല്ലേ. സോ നിങ്ങളെടുത്ത് അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എഴുതാനാണ് പറഞ്ഞത്. നോ മാറ്റർ ഹൗ ബ്യൂട്ടിഫുൾ പ്ലേസസ് ആർ, എത്ര ഭംഗിയുള്ള സ്ഥലമാണെന്ന് പറഞ്ഞിട്ടും കാര്യമല്ല, നത്തിങ് ഫീൽസ് ആസ് സ്പെഷ്യൽ, നമുക്കൊന്നും പ്രത്യേകത ഉള്ളതായിട്ട് തോന്നില്ല. സേഫ്, നല്ല സുരക്ഷിതത്വം, ആൻഡ് ഹാപ്പി, നല്ല സന്തോഷം, ആസ് അവർ ഓൺ ഹോം, നമ്മുടെ വീടുകളിൽ നമുക്ക് കിട്ടുന്നത് പോലെ അല്ലേ. എത്ര നല്ല സ്ഥലമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളെ വീട്ടിൽ നമുക്ക് കിട്ടുന്ന സന്തോഷവും ഹാപ്പിനെസ്സും എവിടെ നിന്നും കിട്ടില്ല എന്നാണ് പറയുന്നത്. സോ നിങ്ങൾക്കും അങ്ങനെ തന്നെയാണോ? ഇത്രയാണ് നമ്മുടെ കഥ വരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ കഥ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ആയിട്ടൊന്ന് അറിയിക്കണമേ. യെസ്, ഇഷ്ടപ്പെട്ടെങ്കിൽ യെസ് എന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഇനി നിങ്ങൾക്ക് ഇവിടെ കുറച്ച് വേർഡ്സ് തന്നിട്ടുണ്ട്, അതിൻ്റെ മീനിങ്ങും. സെല്ലാർന്ന് നമ്മൾ പറഞ്ഞതാണല്ലേ. എവിടെയായിരുന്നു? അവർ കാറ്റടിക്കുമ്പം അവർ സേഫായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് അവർ വീടിൻ്റെ അടിയിലേക്കുള്ള ഒരു സ്ഥലത്ത്, ഗ്രൗണ്ട് ലെവൽ, ഇതിൻ്റെ താഴേക്കുള്ള സ്ഥലത്തേക്ക് അവർ പോയി നിൽക്കാറുണ്ടായിരുന്നു. അതിനാണ് സെല്ലാർ എന്ന് പറയുക. ഇനി ചെർപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ല പക്ഷികൾ നല്ല ഹാപ്പി ആയിട്ടുള്ളപ്പോൾ, സന്തോഷമുള്ളപ്പോൾ ഉണ്ടാക്കുന്ന സൗണ്ടിനാണ്, ശബ്ദത്തിനാണ് നമ്മൾ പറയുന്നത്. ക്ലൗഡി എന്ന് പറഞ്ഞാൽ കാർമേഘങ്ങൾ, അതായത് മേഘങ്ങൾ ഇങ്ങനെ മൂടി നിൽക്കുക, അതിനാണ് ക്ലൗഡി എന്ന് പറയുക. ഫ്രാഗ്രൻസ് എന്ന് പറഞ്ഞാൽ സുഗന്ധം. മാജിക് വാൻഡ് എന്ന് പറഞ്ഞാൽ മാന്ത്രിക വടി. മിഡോ എന്ന് പറഞ്ഞാൽ പുൽമേട്, അവരുടെ വീട് എന്താണ്? പുൽമേടുകൾക്ക് നടുവിലായിരുന്നു, നമ്മൾ പറഞ്ഞതാണല്ലേ. പസിൽഡ് എന്ന് പറഞ്ഞാൽ കൺഫ്യൂസ്ഡ്, നല്ല സംശയത്തോടെ നിൽക്കുക. സ്നിഫ് എന്ന് പറഞ്ഞാൽ സ്മെൽ, അതായത് നായ സ്നിഫ് ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു, അതായത് നായകൾ ഇങ്ങനെ സ്മെല്ല് ചെയ്ത് മണപ്പിച്ച് നടക്കില്ല, അതിനാണ് സ്നിഫ് എന്ന് പറയുക. സ്റ്റോം എന്ന് പറഞ്ഞാൽ കൊടുംകാറ്റ്. ടോപ്പിൾ എന്ന് പറഞ്ഞാൽ വീയ, നമ്മൾ ടോപ്പിൾഡ് ട്രീസ് എന്ന് നമ്മൾ പറഞ്ഞതാണ്, മരങ്ങൾ വീണു അല്ലേ. സ്റ്റോം വന്നപ്പോൾ മരങ്ങൾ വീണു എന്ന് നമ്മൾ പറഞ്ഞതാണ്. ട്രെമ്പിൾ എന്ന് പറഞ്ഞാൽ വിറയ്ക്കുക, അതായത് നമ്മുടെ ഡൊറോത്തി എന്താണ് ഇങ്ങനെ പിന്നെ പേടി കൊണ്ട് വിറച്ചിരുന്നു എന്ന് നമ്മൾ പറഞ്ഞതാണ്. ട്രെമ്പിൾ എന്ന് പറഞ്ഞാൽ വിറയ്ക്കുക. വിയർ എന്ന് പറഞ്ഞാൽ ധരിക്കുക, ഡ്രസ്സൊക്കെ ധരിക്കുക എന്ന് പറയില്ലേ, വിയർ ക്ലോത്ത്സ് എന്നാണ് പറയുക. സോ വിയർ എന്ന് പറഞ്ഞാൽ ധരിക്കുക. വിക്കഡ് എന്ന് പറഞ്ഞാൽ ക്രൂവൽ, ദുഷ്ടനായ മാന്ത്രികനായിരുന്നു അല്ലേ. വിച്ച് എന്ന് പറഞ്ഞാൽ എ വുമൺ വിത്ത് സൂപ്പർ മെൻറ്റുവൽ പവേഴ്സ്, അതായത് നല്ല ശക്തിയുള്ള എക്സ്ട്രാ നല്ല കുറേ പവേഴ്സൊക്കെ ഉള്ള ഒരു സ്ത്രീ, ഒരു വുമൺ ആണ് വിച്ച് എന്ന് പറഞ്ഞാൽ. നമ്മൾ പറഞ്ഞിരുന്ന ഒരു പിശാചിലെ മാന്ത്രികൻ ഒരു സ്ത്രീയാണ്, അങ്ങനെ മന്ത്രവാദിനി എന്നൊക്കെ പറയാം. വിസാർഡ് എന്ന് പറഞ്ഞാൽ എ മാൻ വിത്ത് മാജിക്കൽ പവേഴ്സ്, അത് വിസാർഡ് എന്ന് പറഞ്ഞാൽ മാന്ത്രികൻ, വിച്ച് എന്ന് പറഞ്ഞാൽ മന്ത്രവാദിനി. ഓക്കെ. വുഡൻ ഹൗസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സ്റ്റിൽറ്റ് ഹൗസ്, നമ്മൾ പറഞ്ഞിരുന്നു. ഇവളുടെ വീട് എന്താണ്? ഡൊറോത്തിയുടെ വീട് മരം കൊണ്ടുണ്ടാക്കിയതാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു, അതാണ് വുഡൻ ഹൗസ്. എല്ലെന്ന് പറഞ്ഞാൽ ഉറക്കെ കരിയ അല്ലെ, ഉറക്കെ ഇങ്ങനെ നിലവിളിക്കുക, അതിനാണ് എൽ എന്ന് പറയുക. നമ്മുടെ കൊടുങ്കാറ്റ് വീശിയപ്പോൾ നമ്മുടെ ഡൊറോത്തി എൽഡ് ഔട്ട് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു, അതായത് ഉറക്കെ നിലവിളിച്ചു എന്ന് പറഞ്ഞതാണ്. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ ഈ ഒരു പാഠത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. പിന്നെ നമ്മുടെ ക്ലാസ്സിനെ പറ്റിയും നിങ്ങൾ തീർച്ചയായിട്ടും പറയുക. നമ്മുടെ ചാനൽ ഒരു പുതിയൊരു ചാനലാണ്, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. സോ നിങ്ങൾ നമ്മളെ സബ്സ്ക്രൈബ് ആക്കി സപ്പോർട്ടാക്കുക. നെക്സ്റ്റ് ആക്ടിവിറ്റീസുമായിട്ട് നമ്മൾ നെക്സ്റ്റ് പാർട്ടിൽ വരുന്നതാണ്. സോ നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റ് ആണ് ഇനി വേണ്ടതെന്നും കൂടി നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സോ താങ്ക് യു ഫ്രണ്ട്സ്.